ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് പാറപ്പള്ളി വലിയുള്ളാഹി മഖാമുറുസിനടുത്താണ്. കുഞ്ഞുനാൾ തൊട്ട് എനിക്കറിയുന്ന കാലം മുതലേ അച്ഛന്റെ അമ്മയുടെയും കൈപിടിച്ച് ഞാനിവിടെ വന്നിരുന്നു. നിങ്ങളിനി ഏത് മതത്തിലുള്ളവരോ ആയിക്കോട്ടെ, പ്രശസ്തമായ ഈ കാണുന്ന പാറപ്പള്ളി മഖാമിലേക്ക് വരാൻ ഒരു മതമോ ജാതിയോ ഒരിക്കലും തടസ്സമാകില്ല. അകത്ത് കയറി പ്രാർത്ഥിക്കാം. മഖാമിന്റെ നേരെ മുന്നിലായിട്ട് കുടിവെള്ളം ഒരുക്കി വെച്ചിരിക്കുന്നു. ഭക്തജനങ്ങൾ മഖാമിലേക്ക് നേർച്ച കൊടുത്ത ആടുകളാണ് ഈ കാണുന്നത്. മറ്റൊരു സമയത്ത് ഒരു തവിട്ട് നിറമുള്ള ആടിനെ നേർച്ച സമർപ്പണത്തിനായി മഖാമിലേക്ക് കയറ്റുന്നു. ഈ ചില്ലിൻകൂടിനകത്ത് കാണുന്നതാണ് ഔലിയ. ഔലക്ക് ചുറ്റുരുന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തജനങ്ങളെയാണ് നിങ്ങൾ കാണുന്നത്. ഒട്ടനവധി ഔലിയാക്കൾ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് കാണാം. ഈ കുട്ടി എന്റെ കയ്യിൽ തരുന്ന ഈ പൊരി ചീരണിയാണ്, അതായത് ഈ പള്ളിയിൽ കിട്ടുന്ന പ്രസാദം. തൊട്ടപ്പുറത്ത് ഞാനൊരു വിളക്ക് കണ്ടു. മഖാമിൽ ഒരു വിളക്ക് ഉണ്ട് എന്നറിയുന്നതും കാണുന്നതും ഇതാദ്യമായിട്ടാണ്. വിളക്കിനകത്തുള്ള വെളിച്ചെണ്ണ ദേഹത്ത് പുരട്ടുകയും കുറച്ച് ബോട്ടിലാക്കി വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇതും പ്രസാദമായാണ് ഭക്തജനങ്ങൾ സ്വീകരിച്ചു പോകുന്നത്. ഈ കാണുന്നതൊക്കെയും നേർച്ച സമർപ്പണങ്ങളാണ് കേട്ടോ. ചന്ദനത്തിരി കത്തിച്ചു വെച്ചും കുറച്ചുപേർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് പുറത്തുള്ള ഭണ്ഡാരം. പുറത്ത് മതപ്രഭാഷണം ആരംഭിച്ചിരിക്കുന്നു. അവിടെയുള്ള ഓഫീസിൽ കയറി മഖാമിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരോട് അവിടെയുള്ള ആചാരങ്ങളെ ഞാൻ കൂടുതൽ അറിയാൻ ശ്രമിച്ചു. പിന്നീട് ഞാൻ നേരെ ചന്തയിലേക്കാണ് പോയത്. ചന്തയിൽ നിന്നും കുറച്ച് മധുരമിഠായും കറുത്തലുവയും ചോന്നലയും വാങ്ങിച്ചു. ടേസ്റ്റ് നോക്കിയതിൽ കറുത്തലുവയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ. അലുവയും തൂക്കി പോകുന്ന വഴിയിൽ ഞാനും മുത്തും നല്ല ബ്രെഡ് ഓംലെറ്റ് കഴിച്ചിട്ടും കൂടിയാണ് അവിടുന്ന് വീട്ടിലേക്ക് തിരിച്ചത് കേട്ടോ.